ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു 3 അപ്ഡേറ്റിനെ പറ്റിയും വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയും, അപ്പോൾ ടോട്ടൽ 4 അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഓരോ അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ഇന്റർഫേസ് ചേഞ്ച് എന്നത്. അതായത് വാട്സപ്പിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ചെറിയൊരു ഇന്റർഫേസ് ചേഞ്ചസ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന ആ ഒരു സെക്ഷന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പിന്റെ ബീറ്റ വെർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്. ഇവിടെ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ മുകളിൽ നോക്കാന്നുണ്ടെങ്കിൽ ഓൾ, സ്റ്റാറ്റസ്, ചാനൽ എന്ന് പറയുന്ന 3 ഓപ്ഷനുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പ്ലസ് ചാനൽസ് ഇത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ചാനലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പിന്നെ കൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് അവരുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാം. അപ്പോൾ ആ രണ്ടും ഇവിടെ കാണാൻ സാധിക്കും. അതിനാണ് ഓള്. അതുപോലെ സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാറ്റസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ചാനൽ കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കാണണമെങ്കിൽ അവിടെ സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ചാനൽസ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ചാനൽസ് നമ്മൾ ഫോളോ ചെയ്ത ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കത്തില്ല. അപ്പോൾ അത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിന്റെ ബീറ്റ വെർഷൻ യൂസ് ചെയ്യുന്നവർക്ക് ലഭ്യമാണ്. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ലിങ്ക് എന്നത്. അപ്പോൾ ലിങ്ക് എന്നത് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ വാട്സപ്പിന്റെ പ്രൊഫൈലിൽ നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇതിന് മുമ്പ് വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സെറ്റിങ്സ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവസി എന്നതിൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ആ ലിങ്ക് ആർക്കൊക്കെ കാണണം ആരൊക്കെ കാണണ്ട എന്ന് നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഓൾറെഡി നിങ്ങൾ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന സെക്ഷനിൽ നോക്കാന്നുണ്ടെങ്കിൽ എവരിവൺ, മൈ അക്കൗണ്ട്, മൈ കോണ്ടാക്ട്, എക്സെപ്റ്റ് നോബഡി എന്നീ 4 ഓപ്ഷനുകൾ കാണാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആർക്കൊക്കെ നമ്മുടെ ലിങ്ക് കാണണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നമ്മൾ ഇതിന് മുമ്പ് നോക്കിയതാണ്. ഇൻ കേസ് അതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. അപ്പം നമ്മൾ ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, വാട്സപ്പിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ സെറ്റിങ്സ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ കാണാമല്ലോ. അവിടെ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഇവിടെ ലിങ്ക് എന്ന് പറയുന്ന പുതിയ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ പ്ലസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് കൂടെ കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം ഇവിടെ കൊടുത്തതിന് ശേഷം സേവ് എന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സേവ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം തെറ്റാണോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം കൊടുത്തിട്ട് സേവ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം, ഇൻവാലിഡ് യൂസർ നെയിം എന്നൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം കൊടുക്കുക. എന്നിട്ട് സേവ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ തൊട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാമെങ്കിൽ ഒന്നും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഇതൊന്നും കൂടെ പറഞ്ഞത്. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്തത് ആർക്കൊക്കെ കാണണം ആരൊക്കെ കാണണ്ട എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ചുള്ള ഇവിടെ ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. ഇനി വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ബോട്ടം നാവിഗേഷൻ ബാർ എന്നത്. അതായത് നമ്മുടെ വാട്സപ്പിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണല്ലേ. ഇപ്പം ഇവിടെ ചാറ്റ്, അപ്ഡേറ്റ്, കമ്മ്യൂണിക്കേറ്റ്, കോൾസ് തുടങ്ങിയ ഈ ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി ഈ ഒരു ടാബിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ചെറിയൊരു ആനിമേഷൻ വന്നിരിക്കുന്നുണ്ടോ?
അപ്പോൾ ഈ ഒരു ചെറിയൊരു ആനിമേഷനാണ് ഇപ്പോൾ ഇവിടെ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റും ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് സെൻഡ് മെസ്സേജ് ബൈ സ്റ്റാറ്റസ് എന്നത്. അതായത് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ വാട്സപ്പിൽ ഇട്ടാൽ അത് ആരൊക്കെ കണ്ടു കണ്ടില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളിട്ട സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പം ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണല്ലോ. അപ്പോൾ അത് കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റിലോട്ടുള്ള ചാറ്റ് ഈസി ആവുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഇവിടെ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ ഒരു ഐക്കൺ കൂടി ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കോണ്ടാക്റ്റുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യത്ത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ആര് കണ്ടു എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്ത മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാൽ ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ബാക്കിൽ വന്നിട്ട് ആ ഒരു കോണ്ടാക്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചാറ്റ് ഒക്കെ ചെയ്യാണ് വേണ്ടത് അല്ലേ. എന്നാൽ ഇനി വരുന്ന അപ്ഡേറ്റ് മുഖേന അങ്ങനെ വേണ്ട, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു കോണ്ടാക്റ്റിലോട്ട് വേഗം ചെല്ലാനും അവിടെ ചെന്ന് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അതിനുള്ള ഒരു സംവിധാനം വാട്സപ്പ് അധികം താമസിക്കാതെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇനി വാട്സപ്പിൽ വരാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ് ഇതാണ്. നമ്മുടെ സ്റ്റാറ്റസ് ആരാണോ കണ്ടത് ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ വേഗം സാധിക്കുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. ജസ്റ്റ് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കോണ്ടാക്റ്റിലോട്ട് പോകാനും അവിടെ നിന്ന് നമുക്ക് ചാറ്റ് ചെയ്യാനെല്ലാം ഉള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അധികം താമസിക്കാതെ വാട്സപ്പ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയ എല്ലാ അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ഡേറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ലഭിച്ചോ ഇല്ലയോ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.